ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിൽ പല ആൾക്കാരും കൂടുതലായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുക എന്നുള്ളത്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാനായിട്ടുള്ള 5 വഴികളാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടാണ് ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നത് നമ്മുടെ ഫോണിലെ ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയ മീഡിയ ഫയൽസ് ഒക്കെ ഫുള്ള് സ്റ്റോർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് നമുക്ക് എങ്ങനെ MB കുറച്ച് ഫോൺ സ്റ്റോറേജ് കൂട്ടാമെന്ന്. അതിനായിട്ട് ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതിൽ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോയുടെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഫോട്ടോയുടെ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോയ്ക്കുള്ള MB 1.32 MBയോളം ഈ ഒരു ഫോട്ടോയ്ക്ക് തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാനിത് ബാക്ക് അടിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു ഫോട്ടോയും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഫോണിലെടുത്ത് വേറൊരു ഫോട്ടോയും കൂടി ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോയ്ക്ക് 2.40 MBയോളം ഉണ്ട്. നോക്കുക, ഇങ്ങനെ കുറേ ഫോട്ടോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നഷ്ടപ്പെടും. ഓക്കെ, ഇനി ഫോട്ടോ മൂലം ഉണ്ടാകുന്ന ഈ സ്റ്റോറേജ് പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം? അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഫോട്ടോ കംപ്രസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ. അതിൽ നിന്നും ഗാലറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്നും ഞാൻ ആദ്യം ഓപ്പൺ ചെയ്ത ആ 1 MB ഉള്ള ആ ഫോട്ടോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ നമുക്ക് കംപ്രസ് ചെയ്ത് MB കുറക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ കംപ്രസ് ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ക്വാളിറ്റി കുറക്കാം. ക്വാളിറ്റി കുറച്ചാൽ തന്നെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് കംപ്രസ് ചെയ്ത് MB കുറഞ്ഞ രീതിയിൽ നമുക്കിത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, 1.32 MB ഉള്ളത് 127 KB മാത്രമായിട്ട് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ ഡീറ്റെയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 127 KB, 1 MB പോലും ഇല്ല. 127 KBയിൽ അതേ ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു ഫോട്ടോ ചെറിയൊരു സൈസിൽ നമുക്ക് എന്താക്കാം, ഫോട്ടോ മൂലം ഫോണിന്റെ മെമ്മറി, അതായത് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതേപോലത്തെ ഫോട്ടോ കംപ്രസ് ചെയ്യുന്നത്. അതും ഞാൻ കാണിച്ചു തരാം. അതും ഇതേപോലെ തന്നെയാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ടാർഗറ്റ് വിഡ്ത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈസ് കുറച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ 599 അല്ലെങ്കിൽ 1000 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു സൈസ് ഇവിടെ നൽകുകയാണ്. നൽകിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഗാലറിയിലേക്ക് പോവുക. ഞാനിപ്പോൾ ഫോൺ ഗാലറിയിൽ പോയതിന് ശേഷം ഞാൻ ആദ്യം 2 MBയുടെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. അത് താഴത്തോട്ട് ഞാൻ പോവുകയാണ്. താഴത്തോട്ട് പോയതിനു ശേഷം ഇവിടെ കാണുന്ന 2.40 MB ഉള്ള ഈ ഫോട്ടോയിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ അതേ സ്പോട്ടിൽ തന്നെ കംപ്രസ് ആയി കിട്ടുന്നതായിരിക്കും, ഓൺ ദ സ്പോട്ടിൽ. ഇവിടെ കംപ്രസ് എന്ന ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം 2.40 MB ഉള്ള ആ ഒരു ഫോട്ടോ വെറും 317 KB മാത്രമായിട്ട് ചെറിയ സൈസിൽ ഈ ഫോട്ടോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ MB കുറച്ച് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ശേഷം അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ രണ്ടാമതായിട്ട് ഫോണിൻ്റെ വീഡിയോസൊക്കെ MB കുറച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാം എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വീഡിയോ കംപ്രസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വാട്സപ്പിലുള്ള വീഡിയോ, ഫോണിലുള്ള വീഡിയോ, യൂട്യൂബ് പേഴ്സണൽ ഡൗൺലോഡ് ചെയ്ത വീഡിയോ. ഞാനിവിടെ ക്യാമറയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. 78 MB ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൈസൊക്കെ നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ആ വീഡിയോയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടെ കംപ്രസ് വിത്ത് വീഡിയോ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റിൽ തന്നെ 700 ചില്ലറ MB. അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ എഡിറ്റ് കംപ്രസ് ചെയ്യാനുള്ള വീഡിയോകളാണ്. അതുപോലെ തന്നെ താഴത്തോട്ട് പോകുന്ന സമയത്ത് 2 MBയിൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഒരു വീഡിയോയെ നമുക്ക് കംപ്രസ് ചെയ്ത് ചെറിയൊരു MBയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി, അതുപോലെ തന്നെ ലോ ക്വാളിറ്റി, കസ്റ്റംസ് അങ്ങനെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഞാൻ ഹൈ ക്വാളിറ്റിയിൽ തന്നെ MB കുറച്ച് ഈ വീഡിയോ കംപ്രസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ ഈ വീഡിയോ നമുക്ക് കംപ്രസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ കംപ്രസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 78 MB ഉള്ളത് വെറും 2 MBയിലേക്കായിട്ട് ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഈ വീഡിയോ MB കുറഞ്ഞ രീതിയിൽ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇവിടെ കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 100% ആയിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് 78 MB ഉള്ളത് വെറും 2.9 MB ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. അതേ ക്വാളിറ്റിയിൽ ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ 78 MB ഉള്ള ആ വീഡിയോ വെറും 2 MB ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താക്കാം, വീഡിയോയുടെ MB കുറച്ച് നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോകൾ, വീഡിയോസുകൾ തുടങ്ങിയ മെസ്സേജ്, സന്ദേശങ്ങളൊക്കെ നമ്മൾ അയക്കാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമൂലം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവുന്നു. അപ്പോൾ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് പോയതിനു ശേഷം വാട്സപ്പ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ വാട്സപ്പ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഫയൽസ് ഒക്കെ നമ്മൾ എന്താക്കുക, ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റാബേസ് എന്ന മറ്റൊരു ഫോൾഡർ വാട്സപ്പിൽ കാണാൻ സാധിക്കും. അത് ലോങ് പ്രസ് ചെയ്ത് അതും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമൂലം നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിന്റെ മീഡിയ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ വാട്സപ്പ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, വാട്സപ്പിൽ നമ്മൾ അയച്ച ഒരുപാട് ഫോട്ടോകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് അല്ല, വാട്സപ്പിൽ നമ്മൾ അയച്ച ഒരുപാട് ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കിലായിട്ടാണ് കാണുന്നത്. ഇവിടെ സെൻഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ലോങ് പ്രസ് ചെയ്യുക. ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ വാട്സപ്പിൽ അയച്ച ഫോട്ടോകളാണ്, പക്ഷേ ഗാലറി ഇല്ലാത്ത ഫോട്ടോകളാണ്. ഇതിന്റെ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, 27 MB വെറുതെ ഇവിടെ MB നഷ്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വാട്സപ്പിൽ നമുക്ക് ആർക്കൊക്കെ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഓപ്ഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിന്റെ വീഡിയോ നമ്മൾ ആർക്കൊക്കെ വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് അല്ല, പക്ഷേ വാട്സപ്പിൽ നമ്മൾ ആർക്കൊക്കെ വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ ഒരു 56 MB ഉണ്ട്. അതായത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത വീഡിയോയുടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഇതൊന്നും ഗാലറിയിലുള്ള വീഡിയോസ് അല്ല. അതുകൊണ്ട് സെൻഡ് ഓപ്ഷൻ ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഈ വീഡിയോസ് ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഇതേപോലെ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇനി നാലാമതായിട്ട് നോക്കാൻ പോകുന്നത്, നമ്മുടെ ഫോണിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഫിക്സർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും എല്ലാത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് സ്കാൻ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസും ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്താക്കാം, സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഫയൽ ഗോ എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ഒരുപാട് ജങ്ക്സ് ഫയൽസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്കറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ടാവും. അതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ക്ലീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ജങ്ക്സ് ഫയൽസ് ഒക്കെ ഒറ്റയടിക്ക് മായ്ച്ച് കളയാൻ വേണ്ടി സാധിക്കും. അതിന് ക്ലീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അല്പം സമയം കഴിയുമ്പോൾ മൊത്തം കഴിയുന്നതിന് ശേഷം ഇവിടെ നിന്നും മൊത്തം ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഈ ഒരു ആപ്ലിക്കേഷനിൽ വേറെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഫ്രീ സ്പേസ് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ജങ്ക്സ് ഫയൽസ് ഒക്കെ ഒഴിവാക്കാൻ ഇവിടെ ഫ്രീ ആപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണിലുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നിന്നും വേണ്ടാത്ത എല്ലാ ഫയൽസും നമുക്ക് എന്താക്കാം, ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ഫോണിലുള്ള ജങ്ക്സ് ഫയൽസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് എത്ര ബാക്കിയുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ച ആപ്ലിക്കേഷന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഫോണിന്റെ സ്റ്റോറേജ് കൂട്ടാൻ പറ്റിയിട്ടുള്ള 5 കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.